Hey my beautiful souls, welcome back to my channel. Hope you guys are doing awesome today. What you need to hear right now. എന്താണ് നിങ്ങൾ ഈ സമയം കേൾക്കേണ്ടത്? എന്താണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്? എന്തൊക്കെയാണ് ഹിഡൻ ബ്ലെസ്സിങ്സ്? ഇതാണ് നിങ്ങൾക്കുള്ള വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള മെസ്സേജ്. നിങ്ങൾ വളരെ സന്തോഷമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ലൈഫിൽ എക്സ്പെക്ട് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. ഓൾറൈറ്റ്, സോ വളരെ സന്തോഷമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വെരി സൂൺ സംഭവിക്കുന്നുണ്ട്. എക്സാക്ട്ലി നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കാര്യം നിങ്ങൾ ലൈഫിൽ കണക്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾ അതിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കതിനെ കാണാം, നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാവുന്നുണ്ട്. ഓക്കെ, സോ അത് ഏതെങ്കിലും വ്യക്തിയായിരിക്കാം, ഓർ ഇഷ്ടമുള്ളൊരു ജോബ്, ഇഷ്ടമുള്ളൊരു കാര്യം, നിങ്ങൾ അത്ര ആഗ്രഹിച്ചിട്ടുള്ളൊരു കാര്യം, നിങ്ങൾ ഒരുപാട് ഇൻഡിപെൻഡന്റ് ആയിട്ട് തോന്നുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് കോൺഫിഡന്റ് ആക്കിയിട്ട് വെക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾ വളരെ കോൺഫിഡന്റ് ആവും, നിങ്ങൾ വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ വലിയൊരു സന്തോഷം, എക്സൈറ്റ്മെന്റ് ഒക്കെ കൊണ്ടുതരുന്ന ഒരു കാര്യം നിങ്ങൾ ലൈഫിൽ അച്ചീവ് ചെയ്യുന്നുണ്ട്. ചില ആളുകൾക്ക് നിങ്ങളുടെ ഒരു പ്ലേസ് ആണ് നിങ്ങൾ അട്രാക്ട് ചെയ്യുന്ന ഒരു പ്ലേസ്, ഓർ എന്തോ ഒരു കാര്യം നിങ്ങൾ ഒരുപാട് ഗവേഷണം ചെയ്തിട്ടോ ഒരുപാട് ശ്രമിച്ചിട്ടോ, ഇറ്റ്സ് ലൈക്ക് ഒരുപാട് പരീക്ഷണങ്ങൾക്ക് ശേഷം ഫൈനലി ഇറ്റ്സ് ദെയർ നിങ്ങളുടെ ലൈഫിൽ. റെഡി ടു അക്സെപ്റ്റ് ഇറ്റ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആവുക. വളരെ സന്തോഷമായിട്ടുള്ള, മനസ്സിന് വളരെ സന്തോഷം, സുഖമൊക്കെ തോന്നുന്ന ചില കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ചില ആളുകൾ അഡ്മിഷൻസ് ഏൺ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ അഡ്മിഷൻസ് നോക്കുകയാണ്, യൂണിവേഴ്സിറ്റി, കോളേജ്, ചില കമ്പനിയിൽ നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു ഡ്രീം കമ്പനിയിലൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ, യെസ്, നിങ്ങൾക്ക് വളരെ സന്തോഷമായിട്ടുള്ളൊരു വാർത്ത ഉണ്ടാവുന്നുണ്ട്. പെട്ടെന്ന് നിങ്ങൾ അതിന്റെ ഭാഗമാവണം. ഓക്കെ, എന്താണോ നിങ്ങളെ ലൈഫിൽ അട്രാക്ട് ചെയ്യുന്നത്, എന്താണോ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്, അതിന്റെ ഭാഗമാവാൻ പോവാണ് നിങ്ങൾ, അല്ലെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിന്റെ ഒരു ഭാഗമാവാൻ പോവാണ് ഫോർ എവർ. ഓക്കെ, ഇത് പെർമനന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എക്സാക്ട്ലി, നിങ്ങൾ ഹൈലി കണക്റ്റഡ് ആവുന്നുണ്ട് ചില കാര്യത്തിലേക്ക്. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് നിങ്ങൾ ചില പ്ലേസിൽ നിന്ന് റിലീസ്ഡ് ആവുന്നുണ്ട്, ചില പ്ലേസിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വളരെ സന്തോഷമായിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. വളരെ ട്രഷർ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ പറ്റിയിട്ടുള്ള ചില കാഴ്ചപ്പാടായിരിക്കാം, അല്ലെങ്കിൽ വളരെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ചില അനുഭവങ്ങൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഫ്രീഡം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടേതായിട്ടുള്ള ഒരു ജേർണിയിലേക്ക് വരുന്നുണ്ട്. വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ചില യാത്രയിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ട്, ചില കാര്യങ്ങൾ നിങ്ങളെ കണ്ടെത്തുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾക്കുള്ളൊരു മെസ്സേജ് എന്ന് പറയുന്നത്, നിങ്ങൾ സെൽഫ് കമ്പയർ ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സ്ട്രെസ് ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ റിലീസ് ചെയ്യുക. അവർ എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ബാലൻസ് ചെയ്ത് പോകേണ്ടത്, പ്രയോറിറ്റി കൊടുക്കേണ്ടത്, ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. കാരണം ഇതിലേക്ക് നിങ്ങൾ വരികയാണ്. ഓക്കെ, ഇത് ചില ആളുകൾക്ക് ഓൾറെഡി നിങ്ങളുടെ ലൈഫിലുണ്ട്. സോ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ആലോചിച്ചിട്ട് എന്തെങ്കിലും ഒരു വിഷമത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ, നിങ്ങൾ ഒന്ന് നിങ്ങളുടെ സറൗണ്ടിൽ നോക്കുക. ഓൾറെഡി നിങ്ങൾക്ക് ഓരോ ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി ഉണ്ട്. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ലൈഫിൽ ചില വ്യക്തികൾക്ക് ഫിൽ ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ റൈറ്റ് ആയിട്ടുള്ള ആളുകൾ നിങ്ങൾക്ക് അത് സെർവ് ചെയ്യുന്നുണ്ട്. ഓൾറൈറ്റ്, അത് സ്നേഹമായിരിക്കാം, അല്ലെങ്കിൽ ഒരാളുടെ പ്രസൻസ് ആയിരിക്കാം, ഒരാളുടെ സപ്പോർട്ട് ആയിരിക്കാം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കത് റൈറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസിന്ന്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടാത്തൊരു കാര്യം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സമയമാണ്. അത് സ്നേഹവും ആയിരിക്കാം, സ്നേഹം, അറ്റൻഷൻ, ഒരു സപ്പോർട്ട് ഉണ്ടാവുക, ഫിസിക്കലി നമ്മുടെ കൂടെ ഒരാൾ നിൽക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഒരു യങ് ഏജിൽ നിങ്ങളുടെ പാരന്റ്സ് നിങ്ങളുടെ കൂടെ ഇല്ല, അല്ലെങ്കിൽ അവരുടെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് കുറവാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വരുന്ന ഒരു ട്രഷർ എന്ന് പറയുന്നത്, നിങ്ങൾ അങ്ങനെ നോക്കുന്ന ഒരാളായിരിക്കാം, നിങ്ങൾക്ക് അങ്ങനെ പാരന്റിനെ പോലെ, അല്ലെങ്കിൽ ആ ഒരു സ്നേഹം തരാൻ കഴിവുള്ള ആരെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിരിക്കാം. ചില ആളുകൾക്ക് അത് നിങ്ങൾക്ക് റിലേഷൻഷിപ്പിലായിരിക്കാം, നിങ്ങൾക്ക് മെന്റലി, ഇമോഷണലി, ഫിസിക്കലി മിസ്സായിട്ടുള്ള ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ലാക്ക് ആയിട്ട് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങൾ റൈറ്റ് ആയിട്ടുള്ള ആളുകൾ നിങ്ങൾക്ക് സെർവ് ചെയ്യുന്നുണ്ട്, റൈറ്റ് ആയിട്ടുള്ള പേഴ്സൺ നിങ്ങൾക്ക് സെർവ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നും, നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ഒരു ഡൗട്ട്സ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് സ്ട്രെസ് കൊടുക്കുന്നത്, നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഇനി ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കില്ലേ, ചില സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവില്ലേ എന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ,
ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റുന്ന ചില സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ ഓൾറെഡി പോയിക്കൊണ്ടിരിക്കുന്നത്. വെരി സൂൺ നിങ്ങൾക്കത് നിങ്ങളുടെ ഒരു ഫിസിക്കാലിറ്റിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ആ ഒരു കാര്യം ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കുറവായിട്ട് തോന്നുന്നത്, അല്ലെങ്കിൽ ഇനി എനിക്കത് കണക്ട് ചെയ്യാൻ പറ്റില്ല, അതെന്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നത്, ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ വരും. ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരു ഹോപ്പ് വിടാതെ നിങ്ങൾ പ്രതീക്ഷയോട് തന്നെ കണക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആൻഡ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾ ബാലൻസ് ചെയ്യുക, നിങ്ങളുടെ ഇമോഷൻസ് ഒക്കെ ഈ ഒരു സമയത്ത് ബാലൻസ് ചെയ്ത് പോവാന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. കാരണം നിങ്ങൾക്ക് വരേണ്ട കാര്യം ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ വരും. ചില കാര്യങ്ങൾ നമുക്ക് അത്രയൊരു ഹോപ്പ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും നമ്മൾ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ലൈഫ് ചില കാര്യങ്ങൾ നമ്മൾ ലൈഫിൽ ഇട്ട് തരും. ഓക്കെ, നമ്മൾ ഡിസേർവ് ചെയ്യുന്ന കാര്യങ്ങൾ. സോ അതാണ് ചില ഒട്ടും പ്രതീക്ഷയില്ലാത്ത ചില സമയങ്ങളിൽ മിറാക്കിൾ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മൾ ഒന്നും പ്രതീക്ഷിക്കാത്ത സമയത്ത് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് പോലെ. എക്സാക്ട്ലി. ഓക്കെ, സോ നിങ്ങൾക്ക് പറക്കാൻ സാധിക്കുന്നുണ്ട്, നിങ്ങൾക്ക് നടക്കാൻ സാധിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഓടാൻ സാധിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് കാര്യത്തിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, റീകണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇത് ലൈക്ക് ചില ആളുകൾക്ക് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു സീസണിലേക്ക് നിങ്ങൾ വരികയാണ്. ഓക്കെ, നിങ്ങളുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് സീസണിൽ കൂടിയാണ് നിങ്ങൾ കടന്നു വരാൻ പോകുന്നത്. അവിടെ നിങ്ങൾക്ക് പല അനുഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്, റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ വളരെ ഇന്റൻസ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്, കണക്ഷൻ, ഒരു എക്സൈറ്റ്മെന്റ് തരുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ആളുകളെ കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അത് ചില ആളുകൾക്ക് നിങ്ങളുടെ സൗഹൃദങ്ങളായിരിക്കും. ഇത് ഒരു ടൈമിൽ നിങ്ങൾ ഇട്ടിട്ട് പോയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. ഓക്കെ, സോ ചില റിട്ടേൺസ് ഉണ്ടാവുന്നുണ്ട്. റിട്ടേൺസ് ഉണ്ടാവുന്നത് ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നിന്ന് വിട്ടുപോയിട്ട് വീണ്ടും അത് നിങ്ങളോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയോ ഇന്റൻഷനലി വീണ്ടും വരിക എന്നുള്ളതല്ല. കാലം നമുക്ക് വേണ്ടിയിട്ട് വീണ്ടും അവസരങ്ങൾ തരും. കാലം നമ്മൾ വീണ്ടും കൂട്ടിമുട്ടിക്കുക എന്ന് പറയുന്നത് പോലെ ചില അറ്റുപോയിട്ടുള്ള ബന്ധങ്ങള് കാലം മുന്നോട്ട് വരുന്ന സമയത്ത് കാലം കൊണ്ട് നമുക്കത് റീകണക്ട് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് പോലെ. സോ രണ്ട് വഴിക്ക് പോയിട്ടില്ല, അല്ലെങ്കിൽ ഇമോഷണലി അറ്റുപോയിട്ടുള്ള ചില കാര്യങ്ങൾ വീണ്ടും റീകണക്ട് ചെയ്യുന്നുണ്ട്. അത് ചില ആളുകൾക്ക് നിങ്ങളുടെ സിബ്ലിങ്സ് ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പ് ആയിരിക്കാം, നിങ്ങളുടെ പാരന്റ്സ് ആയിരിക്കാം. ചില ഒരു ഇമോഷണലി ഒരു ഡിസ്റ്റൻസ് തോന്നിയിട്ടുള്ള റിലേഷൻഷിപ്പ് ഒക്കെ വീണ്ടും കണക്ട് ചെയ്യുന്നുണ്ട്. കസിൻസ്, ഫാമിലി, റിലേറ്റീവ്സ്, ഫ്രണ്ട്ഷിപ്പ്. ഓക്കെ, സോ പല കാര്യങ്ങളും ഒരു ടൈമില് വിഷമിപ്പിച്ച് എൻഡാക്കിയിട്ടുള്ള ചില കാര്യങ്ങളും വീണ്ടും ഒരു സീസണിലേക്ക് വരാണ്. ചിലതൊക്കെ സംസാരിച്ച് തീർക്കാൻ വേണ്ടി. ഓക്കെ, സംസാരിച്ച് തീർത്ത് വീണ്ടും റീകണക്ട് ചെയ്യാൻ വേണ്ടി ബന്ധങ്ങള് വളരെ സ്ട്രോങ് ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. Alright, let's take one more message. What's the message for you? What you need to hear? Oh my God. റിലേഷൻഷിപ്പ് ഫീലിങ്സ് ആണ്. ഓക്കെ, വളരെ ഡീപ്പ് ആയിട്ടുള്ള ഫീലിങ്സ്. ചില ആളുകൾക്ക് ഇത് റിട്ടേൺ ആണ്. ഓക്കെ, സോ നിങ്ങൾക്ക് തോന്നുകയാണ് ഒരു ജെന്യൂൻ ആയിട്ടുള്ള പേഴ്സൺ ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതെങ്കിൽ ഇപ്പം ഈ റീഡിംഗ് കാണുന്ന പല ആളുകളും നിങ്ങളുടെ റിലേഷൻഷിപ്പിലും പല പല സിറ്റുവേഷനിൽ കൂടെ പോകുന്ന ആളുകളായിരിക്കാം. ഓക്കെ, സോ ഒരു ജെന്യൂൻ സിറ്റുവേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്, കണക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ ഉണ്ടായി പോയിട്ടുണ്ട്. ഓക്കെ, സോ അത് ലൈക്ക് ചില സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം. പക്ഷെ അതൊക്കെ വീണ്ടും റീകണക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരുപാട് ഇഷ്ടമുള്ള രണ്ടാളുകൾ വീണ്ടും കാണുകയാണ്. ഒരുപാട് കാര്യങ്ങൾ വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ അവർ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഒരു വളരെ ഡീപ്പ് ആയിട്ടുള്ള ചില ബ്ലഡ് റിലേഷൻഷിപ്പ് ഒക്കെ പോലെയാണ് ചില കണക്ഷൻസ് എന്ന് പറയുന്നത്. അല്ലെ, അവിടെ നമുക്ക് വാക്കുകൾ കൊണ്ട് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കില്ല. സോ അത്ര ഡീപ്പ് ആയിട്ടുള്ള ചില സിറ്റുവേഷനിലേക്ക് സ്പിരിച്വൽ കണക്ഷൻ, ഇൻറ്റ്യൂഷൻ, അല്ലെങ്കിൽ നിങ്ങളെ ഡീപ്പായിട്ട് കണക്ട് ചെയ്യുന്ന ചില, അല്ലെങ്കിൽ ഒരുപാട് സ്പിരിച്വൽ ആയിട്ട് കണക്ട് ചെയ്യുന്ന സ്പിരിച്വൽ യൂണിയൻ ആയിരിക്കാം, സ്പിരിച്വൽ കണക്ഷൻ, വളരെ ജെന്യൂൻ ആയിട്ടുള്ള കണക്ഷൻ. ഓക്കെ, സോ ഈ ഒരു കണക്ഷൻ, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി, അല്ലെങ്കിൽ ഈ രണ്ടാളുകൾ, അതായത് നിങ്ങളും ഈ ഒരു സിറ്റുവേഷനും ഞാൻ പറയുന്നത്, നിങ്ങൾ ഒരുപാട് സഫർ ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ല. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഒന്നിലേക്കും ഫോക്കസ് ചെയ്യാതെ ഇതിൽ മാത്രം ജീവിച്ചു പോകുന്ന ആ ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടല്ല പറയുന്നത്. ഇത് വളരെ ഇന്റൻസ് ആണ്. ഇതിന് പ്യുവർ ആയിട്ടുള്ള ഒരു ഇന്റൻഷൻ ഉണ്ടാവുന്നുണ്ട്. അത് നിങ്ങൾ റിയലൈസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. സോ നിങ്ങൾ ഒരു ടൈമില് ഹെൽത്തി ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിട്ട് മാറി നിന്നിട്ടുള്ള ആളുകളായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ സെപ്പറേറ്റ് കാലം കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളായിട്ടോ ചില സെപ്പറേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഇമോഷണലി നിങ്ങൾ ഡിസ്കണക്ട് ആയി പോയിട്ടുണ്ട്.
ഓക്കെ, അത് ചില ആളുകൾക്ക് സ്പിരിച്വൽ കണക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ലവ് റിലേഷൻഷിപ്പ് എന്ന് മാത്രം ആയിക്കൊള്ളണമെന്നില്ല. അത് ചില ബന്ധങ്ങളായിരിക്കാം. ഓക്കെ, നമ്മള് ബ്രദർ സിസ്റ്റർ അല്ലെങ്കിൽ ബ്രദേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് പോലെ, സിസ്റ്റേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് പോലെ, ഒരു വളരെ നല്ലൊരു സൗഹൃദത്തിൽ നിന്നിട്ടുള്ള രണ്ടാളുകള് അവരുടെ ഒരു ഇമോഷണലി എന്തോ ഒരു കാര്യം കൊണ്ട് കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് ആയി പോയിട്ടുള്ള രണ്ട് റിലേഷൻഷിപ്പ്, അത് ഈവൻ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടം തോന്നിയിട്ടുള്ള ആ ഒരു വ്യക്തി തന്നെ ആയിരിക്കാം. വീണ്ടും കണക്ട് ചെയ്യാണ്, കാലം നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ ഒരുക്കാണ്, കാണാണ്. ചില ആളുകളെ നിങ്ങൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി എന്താക്കി പോയിട്ടുള്ള രണ്ട് സിറ്റുവേഷൻ വീണ്ടും കറങ്ങി തിരിഞ്ഞ് വരുന്നുണ്ട്. ഓക്കെ, മേ ബി നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു സമയത്ത് നിങ്ങൾ അതുപോലെ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കണം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അതുപോലത്തെ എന്തെങ്കിലും പേർപ്പസ് ഉണ്ടായിരിക്കണം, അതുപോലത്തെ എന്തെങ്കിലും റീകണക്ട് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കണം. പരസ്പരമുള്ള ഒരു സപ്പോർട്ട് വേണ്ടി വരും, പരസ്പരം ഇമോഷൻസ് എൻഹാൻസ് ചെയ്യണം, പരസ്പരം സ്നേഹം കണക്ട് ചെയ്യണം, ഒരു ലൈഫ് തോന്നാൻ, ജീവിതത്തിനോട് വീണ്ടും ഒരു എക്സൈറ്റ്മെന്റ് തോന്നാനുള്ള ചില കാര്യങ്ങൾ ഒരു ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ അതുപോലത്തെ എക്സ്പീരിയൻസ് തരണം ചില സിറ്റുവേഷൻസ്. മേ ബി നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തിക്കോ ഒരു ഹെൽപ്പ് വേണം, ഒരു സപ്പോർട്ട് വേണം, ആ ഒരു കൂടെ നിൽക്കാൻ ഒരു പേഴ്സൺ എന്നുള്ള ഒരു രീതിയിൽ, അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ട്. അതാണ് മേ ബി ലൈക്ക് ചില ആളുകൾ നിങ്ങൾ ഒരുപാട് ഒരു സോൾ കണക്ഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കണം ഒരുപാട് കാലങ്ങൾക്ക് ശേഷം. മേ ബി നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്ന വ്യക്തി ഒരിക്കലും നിങ്ങൾക്ക് പരിചയമുള്ളതായിക്കൊള്ളണമെന്നില്ല, പക്ഷെ കണ്ടുമുട്ടുന്ന സമയത്ത് ഒരുപാട് സോൾ കണക്ഷൻ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, പ്രോബബ്ലി അതൊരു റൊമാൻറ്റിക് സിറ്റുവേഷൻ ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ മിസ് ചെയ്തിട്ടുള്ള, ലാക്ക് ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങള് ട്രസ്റ്റ് മീ, ലൈക്ക് നിങ്ങൾ തന്നെ ചിന്തിക്കുന്നുണ്ടാവും അത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത്. പെട്ടെന്ന് നിങ്ങൾക്ക് എന്ത് മാറ്റാണ് റിലേഷൻഷിപ്പിൽ സംഭവിച്ചത് എന്നുള്ളത്. സോ അത്ര ഇന്റൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്ര ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും ചില കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, വീണ്ടും ചില കാര്യങ്ങൾ മുളയ്ക്കുന്നുണ്ട്, വീണ്ടും അതിന്റെ ഒരു സീസണിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, ചില യാത്രകള്, നിങ്ങളുടെ സോളിന്റെ ചില യാത്രകള്, ഇറ്റ്സ് നോട്ട് ലൈക്ക് നിങ്ങൾ ഫിസിക്കലി എങ്ങോട്ടെങ്കിലും യാത്ര ചെയ്യാന്നുള്ളതല്ല, നിങ്ങളുടെ സോളിന്റെ ചില യാത്രകളിൽ വരുന്നുണ്ട്. ആ യാത്രയുടെ ഭാഗമായിട്ട് നിങ്ങൾ ചില കണക്ഷൻസ് കണക്ട് ചെയ്യുന്നുണ്ട്, ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർക്കുന്നുണ്ട്. കോൺവെർസേഷൻ ബ്രേക്ക് ആയി പോയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ, ഒരു ടൈമിൽ ക്ലാരിറ്റി കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ തോന്നിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർക്കാൻ സാധിക്കുന്നുണ്ട്, റീകണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട്, റിലേഷൻഷിപ്പ് ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട്. ഒരിക്കലും സംസാരിക്കില്ല, ഒരിക്കലും കൂട്ടിയോജിക്കില്ല എന്ന് തോന്നിയിട്ടുള്ള ചില കണക്ഷൻസ്, ബന്ധങ്ങളെ വീണ്ടും കണക്ട് ചെയ്യുന്നുണ്ട്. ചില എന്താ പറയാ കുടുംബത്തിലെ സിറ്റുവേഷനൊക്കെ പോലെ. ഓക്കെ, അതൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഹീൽ ആവുന്നുണ്ട്, വളരെ സ്ട്രോങ് ആയിട്ട് റീകണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള മെസ്സേജ് ആണ് നിങ്ങൾ റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനുമായിട്ട്. നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്, അത് മസ്റ്റ് ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ചില കാര്യങ്ങൾ അൺഎക്സ്പെക്ടഡ് ആയിട്ടോ വളരെ ഇന്റൻസ് ആയിട്ട് സംഭവിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് വളരെ കോൺഫിഡൻസ്, നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ വളരെ കോൺഫിഡൻസ് ഉണ്ടാവുന്നുണ്ട്, ലൈഫിനോട് ഒരു ഇഷ്ടം തോന്നുന്നുണ്ട്, ലൈഫ് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ തോന്നുന്നുണ്ട്, വളരെ സന്തോഷം നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് ഇൻസ്പയർ ചെയ്യുന്നുണ്ട്, ആൻഡ് നിങ്ങൾ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ കണക്ട് ചെയ്യുന്ന കാര്യങ്ങള് നിങ്ങൾ ലൈക്ക് ഒരു വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു സ്പീച്ച് ഒക്കെ നടത്തുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ ആളുകളുടെ അടുത്ത് ഒരു ടൈമിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി ഡൗൺ ആയിട്ട് നിന്നിട്ടുള്ള ആളുകള്, വീട്ടിൽ തന്നെ അല്ലെങ്കിൽ ഒരു റൂമിൽ തന്നെ ഇരുന്നിട്ടുള്ള ആളുകള്, ലൈഫിൽ ഒന്നും എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാതെ ഇരുന്നിട്ടുള്ള ആളുകള് പെട്ടെന്ന് ചേഞ്ച് ഉണ്ടാവുകയാണ്. അവർക്ക് പെട്ടെന്ന് ആ ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാണ്, പറയാണ്, അവരുടെ വാക്കിൽ ആ ഒരു പവർ ഉണ്ടാവാണ്, അവരുടെ പ്രവൃത്തിയിൽ ആ ഒരു അട്രാക്ഷൻ ഉണ്ടാവുകയാണ്, അതുപോലത്തെ ഒരു ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്, അത്ര സ്ട്രോങ് ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടാവുന്നുണ്ട് ചില ആളുകൾക്ക്. വളരെ നല്ല രീതിയിൽ നിങ്ങൾ അത് കണക്ട് ചെയ്യുക. അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.